മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഊരിപ്പിടിച്ച വാളുമായി കടന്നു വരികയാ. ഒരു ഭ്രാന്തനെ പോലെ, ബോധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ പോലെ വാള് കൊണ്ടുവന്ന് മുത്തുനബിയുടെ വീടിന്റെ മുന്നിൽ വന്നിട്ട് അവിടെ നിന്ന് പറയുകയാ, റസൂലുള്ള ഉറങ്ങുകയാ, റസൂലുള്ള ഉറങ്ങുകയാ. മൂസാ നബി 40 ദിവസം അല്ലാഹനെ കാണാൻ പോയതുപോലെ എന്റെ മുത്തുനബി പോയിട്ട് തിരിച്ചു വരും. ആരെങ്കിലും അല്ലാഹന്റെ റസൂല് വഫാത്താ എന്ന് പറഞ്ഞാ അവന്റെ തലയെടുക്കുമെന്ന് വാള് കയ്യിൽ പിടിച്ചുകൊണ്ട് പടച്ചവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അബൂബക്കർ തങ്ങളില്ലായിരുന്നു. തന്റെ അകന്ന തടർച്ചവനെ തന്റെ വീട്ടിൽ പോയിരുന്നു. അകന്നൊരൽത്ത സ്ഥലത്തൊരു ഭാര്യ ഉണ്ടായിരുന്നു. അവിടെയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പോയത്. അവസാനം അവിടെ നിന്ന് മരണവാർത്ത അറിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. പടച്ചവരെ, അവിടെ നിന്ന് മുത്തുനബിയുടെ വീടിന്റെ മുന്നിലെത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന്, തന്റെ കുതിരയുടെ മുകളിൽ നിന്ന് ചാടിയിറങ്ങിയിട്ട് മുത്തുനബിയുടെ വീടിന്റെ അകത്തേക്ക് കടന്നുപോയി. പുതച്ചു കിടത്തിയിരിക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകനെ പുടച്ചു കിടത്തിയിരിക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ മുഖത്തിട്ടിരുന്ന തുണിയങ്ങ് മാറ്റുമ്പോ, നബിയുടെ മുഖത്തിട്ടിരുന്ന ആ തുണിയങ്ങ് മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ് മുട്ടുകുത്തിയങ്ങ് താഴെ വീഴുകയാ.